ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 31 റിവ്യൂ. ഇന്നും കിച്ചണിൽ നിന്നു തന്നെയാണ് വഴക്കുകളുടെ തുടക്കം. 2 ചെറിയ ദോശയും വെള്ളം മാത്രം ചേർത്തുള്ള സാമ്പാർ. മുങ്ങി തപ്പിയാലും കഷ്ണങ്ങളൊന്നും കിട്ടുന്നില്ല. അക്ബറൊക്കെ വന്ന് പറയുന്നുണ്ട് 2 ദോശ പോരാ, വേറെ എന്തെങ്കിലുമൊക്കെ ചുട്ടു തരണമെന്ന്. സാധാരണ ഇവിടെ ചുട്ടു തരാറുള്ളതാണെന്ന് പറയുന്നു ലക്ഷ്മിയോട്. ക്യാപ്റ്റനായ ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും മറുപടി കൊടുക്കുന്നത് അനുവാണ്. 2 ദോശയുള്ളൂ, പറ്റുമെങ്കിൽ കഴിച്ചാൽ എന്നുള്ള രീതിയിലുള്ള സംസാരം. നിവിൻ പറയുന്നു, എന്റെ ആട്ടും കേട്ട് കഴിക്കാനല്ല ഞങ്ങളിവിടെ നിൽക്കുന്നത്. എന്തെങ്കിലും അനുമോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ പോടാന്നുള്ളൊരു പറച്ചില്. അനുമോളുടെ അഹങ്കാരം ഓരോ ദിവസവും കൂടിക്കൂടി വരുവാണ്. അടുക്കളയിലെ എന്തോ വലിയ ആളാണെന്നാണ് അനുമോളുടെ വിചാരം. താൻ എന്തുണ്ടാക്കി കൊടുത്താലും അത് മറ്റുള്ളവർ കഴിക്കണമെന്നാണ് അനുമോൾ വിചാരിക്കുന്നത്. 4 ദോശ കൊടുത്ത 4, 2 ദോശയാണ് കൊടുക്കുന്നെങ്കിൽ 2. അത് ചോദിക്കാൻ ചെന്നാൽ 2 ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ പോടുമെന്ന് പറഞ്ഞ് അപമാനിച്ചു വിടും. നേരത്തെ ആദില ചോദിച്ചപ്പോൾ അനുമോൾ പറയുന്നുണ്ടായിരുന്നു 2 ദോശ കൊടുത്താൽ മതി, പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ അവർ ഉണ്ടാക്കട്ടെ എന്ന്. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അനുമോൾ പറയുന്നു കൂടുതൽ ഇവരെ കൊടുത്ത് വഷളാക്കിയതും. എന്ത് വർത്തമാനമാണ് അനുമോൾ ഈ പറയുന്നത്? അനുമോളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാൻ അവരെന്നെ അനുമോളുടെ പാൽക്കുപ്പികളാണോ? വീണ്ടും അതിന് പറയുന്നു ഇവിടെ വലിയ പണിയൊന്നുമില്ല, ചുമ്മാ ഇരിക്കുകയാണ്, 1 ദോശ കൊണ്ട് വയറ് നിറയും, എനിക്കാണെങ്കിൽ 1/2 ദോശ വരെ മതി. അനുമോളെ പോലെയാണോ എല്ലാവരും? ഷാനവാസ്, അക്ബർ, അനീഷ്, അങ്ങനെ ഇവർക്ക് 1 ദോശ മതിയാകുമോ? വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ പുറത്ത് തനിക്ക് നല്ല സപ്പോർട്ടാണെന്ന് അനുമോൾക്ക് മനസ്സിലായപ്പോൾ അനുമോൾക്ക് ശരിക്കും അഹങ്കാരം കൂടിയിട്ടുണ്ട്. ആദിലേക്കും നൂറയ്ക്കൊക്കെ ഇപ്പോൾ മനസ്സിലായി അനുമോളുടെ ഇരട്ടത്താപ്പ്. എപ്പിസോഡിന്റെ ഒടുവിൽ ആദിലയും ശൈത്യയൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അനുമോൾക്ക് എല്ലാം കണ്ടന്റാണ്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും കരച്ചിലും ആദിലയും നൂറയും വരെ അനുമോൾക്ക് കണ്ടന്റാണ്. ഇവിടെയുള്ള ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ കണ്ടന്റ് അല്ലാത്തത്. ഇപ്പൊ മെയിൻ കണ്ടന്റാണ് പ്രാച്ചി എന്ന പാവ എന്ന ശൈത്യ. അനുമോൾക്ക് ശൈത്യയോടൊരു സംസാരം പോലും ഒരു കണ്ടന്റ് ആയിരുന്നു. ഞാൻ ഇനി മുതൽ ഇറങ്ങി കഴിക്കാൻ പോവുകയാണെന്ന് ആദില. ഇല്ലെങ്കിൽ അനുമോളുടെ പാവാട തുമ്പി പിടിച്ചു നടക്കുന്ന ആളാണെന്ന് പ്രേക്ഷകർ പറയുമെന്ന്. ഹൗസിലുള്ളവർക്ക് പണി തരാനും തങ്ങളുടെ വസ്ത്രങ്ങൾ എടുക്കാനുമായിട്ട് പണിപ്പുരയിൽ പോയ വൈൽഡ് കാർഡുകൾ ബസ് അടിക്കുന്ന മുമ്പ് തിരിച്ചു വരുന്നതിൽ പാഴ്ച പറ്റി. ജിഷിൻ താൻ പുറത്തു വന്നുവെന്ന് ജിഷിൻ പറയുന്നു. എന്നാൽ അക്ബർ പറഞ്ഞു ജിഷിൻ വന്നിട്ടില്ല, അതുകൊണ്ട് സാധനങ്ങൾ എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ അവിടെ ഒരു വഴക്കായിരുന്നു നടന്നത്. ബിഗ് ബോസിനോട് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞതനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു. ക്യാപ്റ്റൻ ആദ്യം ഡൗട്ടുണ്ട്, പിന്നെ ക്യാപ്റ്റൻ പറഞ്ഞു വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ആ ഡൗട്ടിൽ തൂങ്ങിപ്പിടിച്ച് ജിഷിൻ ഞാൻ വന്നിട്ടുണ്ടെന്ന് ജിഷിൻ, അല്ലെങ്കിൽ ബിഗ് ബോസ് കറക്റ്റ് പറയട്ടെ എന്ന് ജിഷിൻ സാധനങ്ങളുമായിട്ട് അകത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അക്ബറുമായിട്ട് ഉന്തും തള്ളും. അക്ബർ സാധനങ്ങൾ വലിച്ചെറിയുന്നു. പിന്നെ അവിടെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ആവുന്നു. ഞങ്ങൾ പൊന്നുപോലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ ഇങ്ങനെ വലിച്ചെറിയാൻ പാടില്ലെന്ന് ജിഷിൻ. ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു. ക്യാപ്റ്റൻ പറയുന്നതനുസരിച്ച് ചെയ്യാൻ ഹൗസിലുള്ളവർ കൈയടിച്ചു. ജിഷിൻ എടുത്ത സാധനങ്ങൾ ക്യാപ്റ്റൻ പണിപ്പുരയിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഹൗസിലുള്ളവർക്ക് പണി കിട്ടിയില്ല. ഷാനവാസിന് അനുമോൾക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു ജിഷിൻ വന്നു എന്നാണ് അവർ കരുതിയത്. പക്ഷേ ഷാനവാസ് ഒന്നും സംസാരിക്കാൻ പോയില്ല. കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്കാണ് പണി കിട്ടുന്നതെന്ന് ഷാനവാസ്ക്ക് അറിയാം. എന്നാൽ അനുമോൾ ചെറിയ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. ജിഷിനോട് പറയുന്നുണ്ട് ജിഷിൻ പുറത്ത് കടന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന്. ഏതായാലും അക്ബർ പിടിച്ച പിടിയാലെ നിന്നതുകൊണ്ട് ഹൗസിലുള്ളവർക്ക് ഒരു പണി ഒഴിവായി കിട്ടി. കിച്ചണിലുള്ളവരെ ബാത്റൂം ടീമിലേക്ക് മാറ്റി. അനുമോളിന് മാത്രമേ വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. ഞാൻ വീട്ടിൽ സാധാരണ കുളിച്ചു കഴിയുമ്പോഴേ ബാത്റൂം കഴുകാറുള്ളൂ എന്ന്. കിച്ചണിലെ കാര്യത്തിൽ വീട്ടിലെ പോലെ ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ അനുമോൾ ബാത്റൂമിന്റെ കാര്യത്തിൽ നേരെ തിരിഞ്ഞു. സ്വന്തം കാര്യത്തിൽ നിലപാടുകളിൽ മാറ്റം വരുത്തുന്ന നായിക. അടുത്തത് കിരീടയുദ്ധം എന്ന വീക്ക്ലി ടാസ്ക്കാണ്. തൊപ്പി പിടിച്ചെടുത്ത് പവർ നേടിയെടുക്കുക. തൊപ്പി പോയാൽ പവർ പോകും. ഇതാണ് ആ ടാസ്ക്. 3 പേരടങ്ങിയ 7 ടീമായി തിരിക്കുക. ആ ടീമുകളെ ബിഗ് ബോസ് തന്നെ തിരഞ്ഞെടുക്കും. ഓരോ ടീമുകൾക്കും ഓരോ കളറിലുള്ള തൊപ്പിയുണ്ട്. അത് ഓരോ ഹുക്കുകളിൽ തൂക്കിയിട്ടിരിക്കും. 3 പേരിൽ ഒരാൾ ക്യാപ്റ്റൻ ആകണം. ബാക്കിയുള്ള 2 പേർ സഹായികളും. സഹായികൾ ക്യാപ്റ്റന്റെ തൊപ്പി സംരക്ഷിക്കുകയും മറ്റുള്ളവരുടെ തൊപ്പി തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഒരു തൊപ്പി തട്ടിയെടുത്ത് ഹുക്കി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ റൗണ്ട് തീരും. ബാക്കിയുള്ള 5 റൗണ്ടും അടുത്ത ദിവസങ്ങളിൽ നടക്കും. അവസാനം വിജയിക്കുന്ന ടീമിന് 3 പവറുകൾ ഉണ്ടായിരിക്കും. സൂപ്പർ പവറുകൾ. ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പവർ ആയിരിക്കും. ഒന്നാമത്തത് സൂപ്പർ നോമിനേഷൻ പവർ. അത് കിട്ടുന്ന വ്യക്തിക്ക് അയാൾ അവിടെ നിൽക്കുകയാണെങ്കിൽ 3 ആഴ്ച തുടർച്ചയായി 3 വ്യക്തികളെ നോമിനേഷന് നേരിട്ട് കൊടുക്കാൻ സാധിക്കും. രണ്ടാമത്തത് സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ. ഇനി വരുന്ന 3 നോമിനേഷനുകളിൽ നിന്ന് തുടർച്ചയായി മുക്തി നേടാനുള്ള അവസരം. മൂന്നാമത്തത് സൂപ്പർ ഫാമിലി പവർ. ഇത് കിട്ടുന്ന ആൾക്ക് ഫാമിലിയെ ഒരാഴ്ച ഇവിടെ താമസിപ്പിക്കാൻ സാധിക്കും, 1 ദിവസത്തിന് പകരമായിട്ട്. ഇത് കിട്ടുന്ന ആൾ ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാവുന്നതാണ്. ജയിക്കുന്ന ടീമിലെ ക്യാപ്റ്റനെ നിശ്ചയിക്കാവുന്നതാണ്. ഇത് 3 മാർക്കൊക്കെ കൊടുക്കാവുന്നു എന്ന്. അതുകൊണ്ട് ക്യാപ്റ്റനെ യുക്തിപൂർവ്വം തിരഞ്ഞെടുക്കണമെന്ന് ബിഗ് ബോസ്. ടീം അംഗങ്ങളെ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അവർക്ക് നല്ല അടിയായി പോയി. എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടപ്പെടാത്ത ആളെയാണ് കിട്ടിയത്. 1-ാം ടീമിൽ ജിഷിൻ, നിവിൻ, രശ്മി. അത് ക്യാപ്റ്റൻ നിവിൻ. രണ്ടാമത്തതിൽ അക്ബർ, രേണു, ഷാനവാസ്. ക്യാപ്റ്റൻ രേണു. മൂന്നാമത് ജിസൈൽ, അനുമോൾ, ശൈത്യ. ക്യാപ്റ്റൻ ജിസൈൽ. 4-ാമത് മസ്താനി, റെന, ആര്യൻ. ക്യാപ്റ്റൻ മസ്താനി. 5-ാമത് ശരത്ത്, അനീഷ്, സാബുമാൻ.
ക്യാപ്റ്റൻ അനീഷ്. 6ാമത് ബിന്നി നൂറ അഭിലാഷ്, ക്യാപ്റ്റൻ നൂറ. 7ാമത് ആദില ഒണിയൽ പ്രവീൺ, ക്യാപ്റ്റൻ ഒണിയൽ. ഫിസിക്കലും റേസിംഗ് ഒന്നും പാടിയിരുന്ന ബിഗ് ബോസ്. പക്ഷെ ഇതില്ലാതെ നടക്കില്ലല്ലോ. ആരും തൊപ്പി ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് കൊടുക്കില്ലല്ലോ. ബസ് അടിച്ചപ്പോൾ തൊപ്പിക്കായിട്ടുള്ള പരക്കം പാച്ചിൽ, തൊപ്പി സംരക്ഷിക്കാനുള്ള ഓട്ടം. ജിസയിലൊക്കെ ഓടിപ്പാഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട്. അക്ബർ രേണുവിന്റെ തലയിൽ തൊപ്പി ആരും പിടിക്കാതെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് സൂക്ഷിക്കുന്നുണ്ട്. അനീഷും അപ്പാനും സാബുമാനൊക്കെ ബെഡ്റൂമിലാണ്. അങ്ങോട്ട് ജിഷിനും ലക്ഷ്മിയൊക്കെ വന്നപ്പോൾ അനീഷ് തൊപ്പിയായിട്ട് കട്ടിലിൽ കമന്നു കിടക്കുന്നു. പുതപ്പ് ഉപയോഗിച്ച് അക്ബറും സാബുമാനും ഒക്കെ പ്രതിരോധിക്കുന്നു. ജിഷിനും ലക്ഷ്മിയൊക്കെ മുഖത്ത് ഇടിക്കുക ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ശ്വാസം മുട്ടുന്നുണ്ട്. അതിനിടയ്ക്ക് അപ്പാനെ അനീഷിന്റെ തലയിൽ കയറിയിരിക്കുന്നു. ഷാനവാസ് വരുന്നു. തൊപ്പി വലിച്ചെടുക്കാൻ നോക്കുന്നു. തൊപ്പി കീറിപ്പോകുന്നു. അനീഷിന് ശ്വാസം മുട്ടുന്നു. അനീഷ് ഷാനവാസിനെ കടിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ട്. തൊപ്പി ഹുക്കി കൊണ്ടുവച്ച് ഷാനവാസിന്റെ ടീം ജയിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് തീർന്നു. ബെല്ലടിച്ചപ്പോൾ എഴുന്നേറ്റ് വന്ന രേണു സുധി തലയിറങ്ങി വീഴുന്നു. രേണുവിനെ കൺവെൻഷൻ റൂമിൽ കൊണ്ടുപോകുന്നു. ഇതിനിടയ്ക്ക് വയ്യാത്ത അവസ്ഥയിൽ ശ്വാസം മുട്ടി നിൽക്കുന്ന അനീഷിനും നോറയും അനുമോളൊക്കെ കെയർ ചെയ്യുന്നു. കൺവെൻഷൻ റൂമിൽ കൊണ്ടുപോകുന്നു. ഇതിനിടയ്ക്ക് ഒരു ബ്ലാക്ക് ഹ്യൂമർ പൊട്ടിച്ച് ആര്യൻ. രേണു സുധി ഒന്നും ചെയ്യാത്ത സമയത്ത് ബോധം കേട്ട് വീഴുന്നു. ഇതിനിടയ്ക്ക് കളിക്കിടയ്ക്കെങ്ങാനും പോയി തൊപ്പി തട്ടിപ്പറിക്കാൻ നോക്കിയാൽ രേണു സുധി സുധിയേട്ടന്റെ അടുത്ത് പോയേനേന്ന് ആര്യൻ. ഇതിൽ പിടിച്ചു തൂങ്ങിയ അക്ബർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറയാൻ പാടില്ല എന്ന്. ഞാനൊരു തമാശ പറഞ്ഞതാണെന്ന് ആര്യൻ. പിന്നീട് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ അവസാനം അത് സോൾവ് ചെയ്യുന്നു. അവസാനം അക്ബറിനോടും രേണുവിനോട് കാര്യം മാപ്പ് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് പിന്നീട് തിരിച്ചു വന്ന അനീഷിനോട് അപ്പാനെയും സാബുമാനൊക്കെ പറയുന്നുണ്ട്, നീ കാരണമാണ് ഞങ്ങൾ തോറ്റത്, നീ എല്ലാം നോക്കിക്കോളാമെന്നല്ലേ പറഞ്ഞത് എന്ന് അപ്പാനി. അപ്പാനിയാണ് ക്യാപ്റ്റൻ ആണെങ്കിൽ കുറെ കാണാമായിരുന്നു. ഇതുവരെ ഒരു ടാസ്കിലും വിജയിക്കാത്ത ആളാണ്. ശരിക്കും പറഞ്ഞാൽ അപ്പാനെയൊക്കെയല്ലേ സംരക്ഷിക്കേണ്ടത്, തൊപ്പി പോകാതെ. അനീഷ് വ്യക്തിവിരോധം തീർക്കാനായിട്ട് എന്നെ കടിച്ചു വന്ന് ഷാനവാസ് അവർച്ചനായി കിടക്കുന്ന അനീഷ്. ജയിലിൽ ജിസയിലും അനുമോളും. എന്നോട് എന്തിനാ ഇത്ര വ്യക്തിവിരോധം എന്ന് ജിസയിൽ അനുവിനോട്. അനുവ് പറയുന്നു, വീട്ടിൽ ചെന്ന് ഓരോ എപ്പിസോഡും കണ്ടു നോക്ക്, അപ്പോൾ നിനക്ക് മനസ്സാകുമെന്ന് അനു. എന്നിട്ട് അനുവിന്റെ ഒരു കള്ളക്കരച്ചിലോടുകൂടിയ ഡ്രാമ. ഏറ്റവും കൂടുതൽ വിരോധം വെച്ച് ഉള്ളിൽ പെരുമാറുന്ന ആളാണ് അനു. ഉള്ളിൽ മാത്രമല്ല പുറത്തും അത് തന്നെയാണ് കാണുന്നത്. പലതവണ പൊളിഞ്ഞിട്ടും അനുവിന് പുറത്ത് നല്ല വോട്ടാണ്. PR വർക്കായിരിക്കും, അല്ലെങ്കിൽ അനുവിന്റെ പഴയ ഫാൻസ്. ശ്വസിക്കുന്ന ശ്വാസം ഒഴിച്ച് ബാക്കിയെല്ലാം അനുവിന് കണ്ടന്റാണെന്ന് ആദില. പ്രാച്ചിയും കണ്ടന്റാണെന്ന് ശൈത്യ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.